അപ്പോൾ കേരള ടീമിലുള്ളവനാണെന്ന് പറഞ്ഞ് അവൻ കുറച്ച് ഫോട്ടോ ഇതൊക്കെ അയച്ച് അവനൊരു ബാറ്റ് വേണം, അതിനാണ് അവൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. 3000-4000 ബാറ്റ് ആണെങ്കിൽ ഞാൻ വിചാരിച്ച് വീഡിയോ ചെയ്ത് കൊടുത്തേക്കാന്ന്. പക്ഷേ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ആ ബാറ്റിന്റെ വില 18,000 രൂപയാണെന്ന് കേട്ടാ. 20,000-ന് 2,000 കുറവ്. എങ്ങനെയുണ്ട് സുഖാന? എന്തായാലും എൻ്റെ കണക്ക് വീർത്തിരിക്കുവാണ്. ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ ഞാൻ. എൻ്റെ റൂമിൽ ബെഡ് നനയ്ക്കായിരുന്നതുകൊണ്ട് ഒടുക്കത്തെ പൊടി പറന്നിട്ട് പൊടി കാരണം തുമ്മി ഒരു തീരുമാനമായി. എനിക്ക് പൊടി അലർജിയാണ്. പൊടി വന്ന അപ്പത്തെ മുമ്പ് ഞാൻ ഇന്ന് കുറേയേറെ വർക്കുണ്ട്. എനിക്ക് 4 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇന്നലെ എടുത്ത ഷോട്ടൊക്കെ ഇന്ന് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇടക്കമ്മയുടെ തുണിയും ടൗണിൽ പോയി മേടിക്കാൻ പോകണം. ഒടുക്കത്തെ വർക്കുണ്ട്. ജിമ്മിന്ന് കുറച്ച് ലേറ്റ് ഇറങ്ങിയിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ വെയിലൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് നാളെയല്ല 2 ദിവസത്തിനുള്ളിൽ മറ്റേ ഇന്നലെ പറഞ്ഞ സർപ്രൈസിൻ്റെ കാര്യം ചെയ്തു തീർക്കണം. അമ്മ തുണി കണക്കായിട്ട് പോയിരിക്കും. എനിക്ക് കണ്ടനും കിറക്കി അതിൻ്റെ പൊക്കത്ത് കിടന്ന് ഉറങ്ങുന്നു. അമ്മ അച്ഛനും കടയിൽ പോയിരിക്കും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ട് ടേബിളിൻ്റെ പൊക്കത്ത്. എന്താ നോക്കിയിട്ട് വരാം. കൊള്ളാം. എനിക്ക് പറയണ്ട, എനിക്ക് ദോശ ഇഷ്ടം പോലും അല്ല. എന്നാലും മുളക് കൂട്ടി തിന്നെ. അമ്മേ എന്താ അമ്മേ? ഞാൻ കണ്ട മാത്രമല്ല, കിറക്കിയോ 2 പേരും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. ശരി, മെഡിസിന് പോകണം. എന്തിനു ചെല്ലതിന് വളർന്നത്? ശരി, എന്നാ നോക്കോ. ഇന്നത്തെ ദിവസം കിട്ടില്ല കേട്ടാ. കറണ്ട് പോയി അരമണിക്കൂറായിട്ട് ഇതുവരെ വന്നിട്ടില്ല. 4 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് മഴ പെയ്യുന്നുണ്ട്, വെയിലും ഉണ്ട് മഴയുണ്ട്. അമ്മ തുണി എടുക്കാൻ പറഞ്ഞായിരുന്നു, ഉണങ്ങിയിട്ടില്ല. കുഴപ്പമില്ല. കറണ്ട് ഇപ്പോഴും വന്നിട്ടില്ല. തീർത്ത് കുളിക്കുക. എന്ന് എഡിറ്റ് ചെയ്യാനാണ് ഇങ്ങനെ പോയാൽ. ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയെന്ന്. കറണ്ട് വരും. പക്ഷെ കാണിച്ചു തരാം. ഇത് ഇവിടെ എന്തോ പറ്റിയെന്ന് നോക്കിയേ. കണ്ട, കറണ്ടൊക്കെ വന്നുണ്ട്. 12 മണി ആയിട്ട് 4-5 മണിക്ക് ഇരിക്കേണ്ടി വരും. അയ്യോ, 6 മണിയായി വൈകുന്നേരം. ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഒരു തീരുമാനമാക്കിയത്. എന്നിട്ട് വിറ്റെന്ന് പറയുന്നത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, ഇന്റർനെറ്റ് പോയി. കണ്ടൻസർ പുറത്തിറങ്ങുവാണ്. എഴുന്നേറ്റ് വരുന്നു. പൊട്ടര, പക്ഷെ പാവ. ഫൈനലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഞാൻ ഫോണിൽ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുക. എന്താടാ മേമേ കേട്ടല്ലേ? 7 മണി ആയപ്പോ 2 വീഡിയോ അപ്ലോഡ് ചെയ്ത് തീർത്തത്. എന്നാലും ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാമെന്ന്. ഫുൾ ടൈം ഞാൻ റൂമിനകത്തിരിക്കുവായിരുന്നു രാവിലെ. കാരണം മഴക്കാരന് മുമ്പേ തന്നെ കറണ്ട് പോകുന്നതാണ്. രാവിലെ പോയി കഴിഞ്ഞിട്ട് പിന്നെ മഴ നടക്കുന്ന സമയത്തൊന്നും കറണ്ട് പോയില്ല. അത് ഭാഗ്യം. അല്ലായിരുന്നു എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്ത് തീരത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് ലേറ്റ് ആണെങ്കിലും ഞാൻ എല്ലാം ചെയ്ത് തീർത്തു. എനിക്കൊരു കാറ് വേണം, അറിയാമോ? എന്നാലും ഈ മഴയത്തൊക്കെ ഓടിച്ചിടക്കാൻ ഒരു ത്രില്ലുള്ളൂ. അതിന് വേണ്ടിയുള്ള പൈസ കയ്യിലില്ല. ഞാൻ എത്ര പൈസ കിട്ടിയാലും എടുത്ത് വീഡിയോക്കകത്ത് ഇടും. അപ്പം എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ, എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ ഞാൻ വല്ലതൊക്കെ മേടിക്കത്തുള്ളൂ. എന്തായാലും എനിക്ക് എങ്ങനെയും അത് ഉണ്ടാക്കേണ്ടി വരും. എന്നാലും കുറച്ച് വീഡിയോയ്ക്കും ഓരോരോ കാര്യത്തിനും കുറച്ചൊരു സ്മൂത്ത് ആവും കാര്യങ്ങൾ. ഞാൻ രാവിലെ തൊട്ട് ചോദിക്കണമെന്ന് വെച്ചിരുന്നത്, എന്റെ ബെഡ് എവിടെ? ഈ കട്ടിലേ കിടന്ന് ആ ബെഡ് അമ്മയുടെ കട്ടിലോട്ട് മാറ്റിയ അമ്മയുടെ കട്ടിലേക്ക് കിടന്ന ബെഡ് അവിടെ ചാരി വെച്ചു. ഇവിടെ ഒന്ന് കിടക്കാൻ വലിയ ബെഡ്. ഇതിലോട്ട് വേറൊരു ബെഡ് വരാനിരിക്കുന്നു. ഇനിയും വേറെ ബെഡ് വരാനിരിക്കുന്ന ഒരു കട്ടിലെ 2 ബെഡാണ്. എന്തിനാ ഇത്ര ബെഡ് അവിടേക്ക് പോയി കിടക്കുന്നത്? കട്ടിലൊന്ന് കിടക്കാൻ പറയാറൊക്കെ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ. ഇതല്ലടാ, ആ ബെഡ് എടുത്ത് ഇതിലോട്ടിടാം. ഇപ്പം അവസാനം എനിക്ക് കിടക്കാൻ ബെഡില്ല ഇവിടെ. രാത്രിയാകുമ്പോ ഞാൻ ഇവിടെ പലക കിടക്കാനാണ്. അത് പറഞ്ഞിട്ടും കാര്യമില്ല. പട്ടാളത്തിൽ ഫുള്ളും പലകയിലായിരുന്നു. വർഷങ്ങൾ പലകയിലായിരുന്നു. എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് പലക കിടന്ന നല്ലതാണെന്ന്. പിന്നെ ബെഡിലോട്ട് മാറിയത് തന്നെ കുറച്ച് 4-5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അതുവരെ ഫുൾ ടൈം പലകയായിരുന്നു. പലക തന്നെ പിന്നെ ശീലിച്ചു പോയി. പട്ടാളത്തിലെ ബെഡുമായിട്ട് നടക്കണം. അച്ഛന് ബെഡുമായിട്ട് കിടക്കാൻ മടിയായിരുന്നു. ട്രാൻസ്ഫർ ആകുമ്പോൾ സാധനം പൊക്കണ കിടക്കണം. പട്ടാളത്തിൽ നിങ്ങൾക്ക് ജീവിതം അറിയത്തില്ല. ഇപ്പൊ കുറച്ചൊരു മെച്ചമായിക്കാണും ആൾക്കാർക്ക്. പക്ഷെ മെജോറിറ്റി പട്ടാളത്തിലെ ആൾക്കാർക്ക് പലകയാ. എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ ഒരു കടയുണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. കൊണ്ടുവായിരുന്നു. അപ്പം ഞാൻ നടന്ന് കാല് മാറ്റില്ലായിരുന്നു. ഒറ്റയടിക്കാൻ വലിച്ചു കൊണ്ട് ഇടിപ്പിച്ച് ഞാൻ എന്തെങ്കിലും ആട്ടെ. കഴിച്ചപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി പറയണമുണ്ടായിരുന്നു. എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്ന്. വല്ലപ്പോഴൊക്കെ ഇൻസ്റ്റയുടെ മെസ്സേജ് നോക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒരു മെസ്സേജ് നോക്കിയപ്പോൾ ഒരാളുടെ കാൽ ആംപുറ്റേറ്റഡാ. എന്ന് വെച്ചാൽ ഒരു കാലില്ല. അപ്പോൾ അയാളിപ്പോൾ കേരള എന്താണ് വീൽ ചെയർ വെച്ച് ഒരു ലീഗ് ഉണ്ട് ക്രിക്കറ്റ് കളിക്കുന്നത്. വീൽ ചെയറിലൊക്കെ ഇരുന്നിട്ട് ക്രിക്കറ്റ് കളിക്കും. അതിനൊരു സെപ്പറേറ്റ് ലീഗ്. എനിക്ക് അത്രയ്ക്ക് അറിവില്ല അതിനെക്കുറിച്ച്. എന്നാലും അങ്ങനത്തെ ഒരു ലീഗ് ഉണ്ട്. അപ്പോൾ കേരള ടീമിലുള്ളവനാണെന്ന് പറഞ്ഞ് അവൻ കുറച്ച് ഫോട്ടോ ഇതൊക്കെ അയച്ച് അവനൊരു ബാറ്റ് വേണം, അതിനാണ് അവൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. 3000-4000 ബാറ്റ് ആണെങ്കിൽ ഞാൻ വിചാരിച്ച് വീഡിയോ ചെയ്ത് കൊടുത്തേക്കാന്ന്. പക്ഷേ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ആ ബാറ്റിന്റെ വില 18,000 രൂപയാണെന്ന്
കേട്ടാ 20,000-ന് 2,000 കുറവ്. അത്ര വില കൂടിയ ബാറ്റ് ഉണ്ടാ? ബാറ്റ് ചിലപ്പോൾ കാണും നല്ല വില കൂടിയത്, പക്ഷെ അതൊക്കെ നല്ല ഈ ഷോ കേസിൽ വെക്കുന്ന ബാറ്റ് ആയിരിക്കും. ഇത് സാധാ പ്രാക്ടീസിന് 18,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഓ ദൈവമേ. അപ്പം ഞാൻ ഒരിക്കൽ പറഞ്ഞ് എനിക്ക് അവൻ 1 മാസത്തിൽ വേണം. ഷോർട്സ് ക്രിയേറ്റർ അത്രയും പൈസ ഇല്ല. ഷോർട്സ് ഇപ്പം ഞാൻ മെയിൻലി ഷോർട്സ് ക്രിയേറ്ററാണ്. ഞാൻ ലോങ് ഫോം ട്രൈ ചെയ്യുന്നുണ്ട്. എന്ന് ലോങ് ഫോം സെറ്റിലായി നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഞാൻ വേറെ മേടിച്ചു കൊടുത്തേക്കാന്ന് ഞാൻ നോക്കത്തില്ല. ഇപ്പം ഞാൻ ഇത്രയും തുക ഒരു സിംഗിൾ ഷോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രോബ്ലം പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ല. ഒരു വീഡിയോയ്ക്ക് തന്നെ ഫുൾ പൈസ പോയിട്ട് റിട്ടേൺ വരുത്തിടാം. അത്രയൊന്നും പൈസ തിരിച്ച് റിട്ടേൺ കിട്ടത്തില്ല. ഇപ്പോൾ 10 ലക്ഷം പേര് കണ്ടാലും 400-500 രൂപ കിട്ടുന്ന ഷോർട്സിനകത്ത്. അത് അതേ സമയത്ത് വലിയ വീഡിയോക്കകത്ത് 10 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 30,000-20,000 രൂപ കിട്ടും. അപ്പോൾ എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ചെയ്യാനും പറ്റത്തില്ല. എന്തായാലും ജസ്റ്റ് നിങ്ങളുടെ ക്യാമറ പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് ഇവിടെ ചെൻഡ് ചെയ്യുവാണ്. നമുക്ക് നാളെ കാണാം. ഞാൻ ഇപ്പോഴും ഡിസൈഡ് ചെയ്തിട്ടില്ല എന്താ സ്ട്രീം ചെയ്യേണ്ടതെന്ന്. മൈൻക്രാഫ്റ്റിൽ എന്താണെന്നുള്ള തുടക്കം സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എനിക്ക്. എന്തായാലും ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി, പക്ഷെ ഒന്നും ഡിസൈഡ് ആയില്ല. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടിൽ ദാറ്റ് ടേക്ക് കെയർ, പീസ്.